ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാജീവ് സുധീഷിനെയും നിധിയെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഒരാഴ്ച. പക്ഷേ അതൊരു കുതന്ത്രമാണെന്ന് സുധീഷിന് മാത്രമേ അറിയുള്ളൂ, ബാക്കി ആർക്കും അറിയുന്നില്ല, നിധിക്കും അറിയില്ല. അങ്ങനെ സുഭാഷ് ചേട്ടന് നിർബന്ധം പ്രകാരം അവരുടെ കൂടെ പോയി താമസിക്കാൻ വേണ്ടിയിട്ട് അവൻ മാത്യു ചേട്ടനെ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ആ സമയത്ത് അവൻ ഫോണൊന്നും വിളിക്കുന്നില്ല, പക്ഷെ അവൻ ആലോചിക്കുകയാണ് എന്താണ് ഇയാളുടെ മനസ്സിലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ എന്നെയും നിധിയെയും വീട്ടിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ? അയാൾ എങ്ങനെ ഞങ്ങളെ പിരിക്കാൻ നോക്കുന്നേ? എന്തായാലും ഞാനിതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഇവരുടെ കൂടെ പോവാം എന്നുള്ള തീരുമാനത്തിൽ അവൻ എത്തുകയാണ് കേട്ടോ. കാരണം അവൻ അവളെ നഷ്ടപ്പെടാൻ വയ്യ. എന്തായാലും ആ വീട്ടിലുള്ള സ്വീകരണം അധികം മോശമായിരിക്കും. എന്ത് തന്നെ ആയാലും നിധിയെ നഷ്ടപ്പെടുത്താൻ വയ്യല്ലോ. അതുകൊണ്ട് അവൻ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. അങ്ങനെ അവൻ അകത്തേക്ക് വരുന്ന സമയത്ത് സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തായി, സമ്മതിച്ചോ മാത്യു ചേട്ടൻ? അപ്പോൾ അവൻ പറഞ്ഞു, ആ ഒരാഴ്ചത്തേക്ക് സമ്മതിച്ചിട്ടുണ്ട്, അപ്പം നമുക്ക് ഒരുമിച്ച് ഇറങ്ങിയാലോ. അത് കേട്ടപ്പോൾ നിധി ഉൾപ്പെടെ എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ രാജീവിൻ്റെ കണക്ക് കൂട്ടൽ എവിടെയോ പാളിയ പോലെ. എന്നിരുന്നാലും നല്ലൊരു കുതന്ത്രം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മുഖത്ത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനായിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. ആ സമയത്ത് രാജീവ് പറയാണ് കേട്ടോ, അല്ല സുധീഷിൻ്റെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല, ജോലി വിട്ട് വരുന്നതിൻ്റെ സങ്കടമായിരിക്കും, ഒന്ന് ചിരിച്ചു പോ സുധീഷെ. പുച്ഛം വിതറിയൊരു ചോദ്യമായിരുന്നു കേട്ടോ അത് ഹരീഷിന് പെട്ടെന്ന് മനസ്സിലായി. കാരണം അവൻ എന്താണ് കാരണമെന്ന് അറിയാലോ. ബാക്കി ആർക്കും അതൊന്നും മനസ്സിലായില്ല, അവർ തമാശയാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ സുധീഷിൻ്റെ കൂടെ ഹരീഷും റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അയാളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസം. സുധീഷായിട്ട് ശ്രദ്ധിക്കണം, അവിടെ എന്ത് അസ്വാഭാവികത തോന്നിയാലും എന്നെ വിളിക്കണം കേട്ടോ, ഞാനുണ്ട് കൂടെ എന്നൊക്കെ അവൻ അങ്ങനെ പറയാണ്. ഓക്കേടാ ഞാൻ വിളിക്കാം. എന്നിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ നിധി എല്ലാവരോടും യാത്ര പറയാണ്. സുഭാഷ് ചേട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന്. സുഭാഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അവള് തനിക്ക് കിട്ടിയ നിധിയാണ്, അനിയത്തിയെ പോലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാസം അവളിവിടെ നിന്നപ്പോൾ അത്രയും ശ്രദ്ധയോട് കൂടിയാണ് അവളെ നോക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു അച്ഛൻ്റെ സ്നേഹമോ അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ സ്നേഹമോ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, മോളെ നേരത്തിന് ഭക്ഷണം കഴിക്കണേന്ന്. പക്ഷേ രാജീവിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഇവിടെയുള്ളവർ അവളുടെ മേൽ കാണിക്കുന്ന സ്വാതന്ത്ര്യവും അവൾ ഇവരുടെ മേൽ കാണിക്കുന്ന സ്വാതന്ത്ര്യവും സ്നേഹവും കരുതലൊന്നും രാജീവിന് അത്ര ദഹിക്കുന്നില്ല, പുറത്തോട്ട് കാണിക്കുന്നില്ലെന്ന് മാത്രം. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതെന്താ സുഭാഷ് അങ്ങനെ പറഞ്ഞത്? അവൾ സ്വന്തം വീട്ടിലേക്കല്ലേ പോരുന്നത്, ഇത്രയും കാലം അവൾ അവിടെ അല്ലേ നിന്നത്. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, അവൾക്ക് കഴിക്കാൻ ഇച്ചിരി മടിയാണ്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിധിയും ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതേ അച്ഛാ, സുഭാഷ് ഏട്ടൻ ഭക്ഷണ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയാണ്, അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ അവളും ചിരിച്ച് പറയാൻ കേട്ടോ. രാജീവ് അതിന് ഒരു ചിരി സമ്മാനിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ നികേഷിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അവൻ ഒന്നിലേക്കില്ലാതെ ഒരു സൈഡിൽ മാറി നിന്ന് സങ്കടപ്പെടുകയാണ്. അവൾ നോക്കുമ്പോൾ അവൻ കണ്ണു തുടയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾ അടുത്തേക്ക് ചെന്നിട്ട്, എന്താടാ നീ ഇങ്ങനെ, എന്തു പറ്റി, ഞാൻ പെട്ടെന്ന് വരില്ലേ? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, എടുത്ത് പെട്ടെന്ന് വരണം, അവിടെ നിന്നേക്കരുത് കേട്ടോ. ഇല്ലടാ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരില്ല, നീ വിഷമിക്കല്ലേ. അപ്പം രാജുവും പറയുന്നുണ്ട്, എന്തിനാ അത്ര വിഷമം, അവൾ സ്വന്തം വീട്ടിലേക്കല്ലേ വരുന്നത് എന്ന് പറയാണ്. അങ്ങനെ അവൾ ഹരീഷിനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഇറങ്ങുന്ന സമയത്താണ് ഭാസ്കരൻ വരുന്നത് കേട്ടോ. ഭാസ്കരൻ ഓടിക്കളിച്ച് വരികയാണ്, കാരണം ഇവരെങ്ങാനും പോവോന്ന് ഓർത്തിട്ട്. അവൾക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അച്ഛൻ ആ സമയത്ത് വന്നതും അച്ഛനോട് യാത്ര പറയാൻ പറ്റിയതൊക്കെ അവളും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ പോയിട്ട് വരാട്ടോന്ന്. അപ്പം ഭാസ്കരൻ ആദ്യം ഒന്ന് റഫായിട്ടാണ് സംസാരിക്കുന്നത്, പെട്ടെന്ന് തിരിച്ചു വരണം എന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, എല്ലാം പാക്ക് ചെയ്തപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ അച്ഛാ എല്ലാം എടുത്തു വെച്ചു. പക്ഷേ ഇതൊന്നും രാജുവിന് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. അവൾ അച്ഛാന്ന് വിളിച്ചതും ഒന്നും രാജുവിന് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും ഫേക്കായിട്ടുള്ളൊരു ചിരി ചിരിച്ച് നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ഭാസ്കരൻ കയ്യിൽ നിന്നൊരു പൊതി എടുത്തിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് കൗതുകത്തോടു കൂടി, എന്താ വെച്ചാൽ ഇതേ ഉഴുന്നുവടയാണ്, പോകുമ്പോൾ കഴിച്ചോ, ഒരുപാട് ദൂരമുള്ളതല്ലേ, വലിയ ഹോട്ടലുകളിലൊന്നും ഈ ടേസ്റ്റുള്ള ഉഴുന്നുവട എന്തായാലും കിട്ടില്ല, 2 അച്ഛനും കൊടുത്തോ, അവിടെ എത്തുന്നവരെ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ കൊച്ചുകുട്ടിക്ക് നമ്മൾ മിഠായി കൊടുക്കുന്നില്ലേ, അതേ സന്തോഷത്തോടു കൂടി അവളത് വാങ്ങുകയാണ് കേട്ടോ. ഇതെല്ലാം ശ്രദ്ധിച്ച് കാണുന്നുണ്ട് രാജീവൻ. നിധിയുടെ വേറൊരു തരം മുഖമാണ് അവിടെ കാണുന്നത്. കാരണം സ്വന്തം വീട്ടിൽ അവളെ അത്രയും സ്ട്രിക്റ്റോട് കൂടിയിട്ടാണ് അവർ വളർത്തിയത്. അവളുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ നോക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. അതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുകയാണ് രാജീവൻ. ഉള്ളിൽ അടങ്ങാത്ത ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്നതൊക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോയിട്ട് വരാട്ടോ അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരനും അവളോട് ഓരോന്ന് പറയാണ്. അങ്ങനെ അവർ പോവായിട്ടോ. നിധി കാറിലേക്ക് കയറാനായിട്ട് ഡോറ് തുറക്കുന്ന സമയത്ത് അവൾ തിരിഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട്.
അവൾക്ക് നന്നായിട്ട് വിഷമമുണ്ട്. കാരണം അത്രയും ദിവസം അവളെ പൊന്നു പോലെ നോക്കിയ വീടും വീട്ടുകാരുമാണ്. ഒരാഴ്ചയാണെങ്കിലും അവിടുന്ന് മാറി നിൽക്കുന്നതിൽ അവൾക്കും വിഷമമുണ്ട്. എന്തായാലും മനുഷ്യന്മാരുടെ ഓരോ മാറ്റം, സ്നേഹം എവിടെ കിട്ടുന്നോ അവിടെ മനുഷ്യർ വേരുറപ്പിക്കുന്നു പറയുന്നത് ശരിയാണ്. അങ്ങനെ നിധി കാറിൽ കയറാണ് കേട്ടോ. പോകുമ്പോൾ തൻ്റെ സ്വന്തം വീട്ടുകാരെ കാണുന്ന സന്തോഷം, ഇവിടുന്ന് എല്ലാവരെയും വിട്ടു പോകുന്ന സങ്കടം അവൾക്കുണ്ട്. അങ്ങനെ അവൾ പോയി. ആ സമയത്ത് തന്നെ ബാക്കിയുള്ളവർ ചിരിച്ചിട്ടാണ് അവളെ യാത്രയാക്കുന്നത്. എന്നാൽ നികേഷ് അങ്ങനെയല്ല, അവന് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാണ് കേട്ടോ. അവൾ പോയതും അവൻ കരയുന്നുണ്ട്. അങ്ങനെ സുഭാഷും ഭാസ്കരനൊക്കെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഹരീഷ് പ്രത്യേക ഒരു ഭാവത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. കാരണം സുധീഷേട്ടൻ്റെ കാര്യം ഓർത്ത് അവന് നല്ല ടെൻഷൻ ഉണ്ട്. അവിടെ പോയാൽ എങ്ങനെയാവും അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് വീട് മൊത്തത്തിൽ കാണിക്കുകയാണ് കേട്ടോ. അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന നികേഷും ബാക്കിലിരിക്കുന്ന അച്ഛനും. നിധി പോയതും കിളിക്കൂട് വീട് വീണ്ടും ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറി എന്നാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഭാസ്കരനും നല്ല വിഷമമുണ്ട്. അത് ഭാസ്കറിൻ്റെ മുഖത്ത് മനസ്സിലാവുന്നുണ്ട്. കാരണം ആ വീട്ടിൽ ഭാസ്കറിനെ പരിഗണിക്കുന്ന ഒരാൾ സുഭാഷാണ്. പിന്നെ നമ്മുടെ നിധിയാണ് കേട്ടോ. അവൾ അച്ഛനല്ലാതെ വിളിക്കാറ് പോലുമില്ല. അത്രയും അവൾ അച്ഛനെ നോക്കാറുമുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൾ പോയപ്പോൾ ഭാസ്കറിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നല്ല വിഷമം മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോന്ന് ആലോചിച്ചിട്ട് അവൾ ഇനി തിരികെ വരുമോ, രാജീവിൻ്റെ മനസ്സിൽ എന്താണ് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഭാസ്കറിൻ്റെ മനസ്സിലൂടെ പാഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാറിൽ യാത്ര ചെയ്യുന്ന സുധീഷിനെയും നിധിനെയൊക്കെയാണ് കേട്ടോ. സുധീഷാണെങ്കിൽ വല്ലാത്തൊരു ആലോചനയിലാണ്. ഇയാളുടെ പ്ലാൻ എന്തായിരിക്കും, അവിടെ ചെന്നിട്ട് എന്തായിരിക്കും തന്നോട് ഇവർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് രാജീവിൻ്റെ ചിന്തയിലും. ഇവനെങ്ങനെ തകർക്കാം, ഇവരെങ്ങനെ പിരിക്കാം എന്നൊക്കെയുള്ള ചിന്തയിൽ രാജീവും അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലാസ്സിലൂടെ. അത് കണ്ട് സുധീഷാകെ എന്താ പറയുക, ദേഷ്യത്തോടു കൂടെ തിരിച്ചു നോക്കുന്നുണ്ട്. നിധിയോ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവൾ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ വെരി വെരി താങ്ക്സ്, അച്ഛൻ എന്നെ കാണാൻ വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതിനൊക്കെ സംസാരിക്കാൻ സമയമുണ്ടല്ലോ മോളെ. അപ്പോൾ അവൾ ഓ ശരി അച്ഛൻ, നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ രാജീവ് ആ സമയത്ത് എന്തോ ഒരു കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രൈവറോട് കാറ് സൈഡാക്കി നിർത്താൻ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ സുധീഷും ശ്രദ്ധിക്കുന്നുണ്ട് എന്തായിരിക്കും അയാളുടെ മനസ്സിൽ. അവനും മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തായിരിക്കും സുധീഷിൻ്റെ അവസ്ഥ എന്നൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്